നീറ്റ് എക്സാമിനേഷനൊക്കെ എഴുതി കഴിഞ്ഞ ശേഷം എബ്രോഡ് MBBS ആണ് എയിം എന്നുണ്ടെങ്കിൽ, അതും എബ്രോഡില് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞ കൺട്രിയില് താഷ്കന്റ് മെഡിക്കൽ അക്കാദമിയാണ് നിങ്ങളുടെ ലക്ഷ്യം എന്നുണ്ടെങ്കിൽ, അത് തീർച്ചയായിട്ടും ഒരു റോങ് ഡിസിഷൻ ആണെന്ന് നമുക്ക് എടുത്തു പറയാനായിട്ട് സാധിക്കും. സോ വൈ, എന്താണ് ഇതിന്റെ റീസൺ എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നമുക്ക് ക്ലിയർലി പറയാം. സോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. യൂറോ ഏഷ്യൻ കൺട്രി ആയിട്ടുള്ള ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്റ് മെഡിക്കൽ അക്കാദമിയിൽ MBBS പഠനം 2025 കാലഘട്ടത്തിൽ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡന്റിനെ സംബന്ധിച്ച് അത് തെറ്റായ ഒരു ഡിസിഷൻ തന്നെയാണ് നമുക്ക് കണ്ണും കൂട്ടി പറയാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണിത് എന്നായിരിക്കും എല്ലാവരും ചിന്തിക്കുന്നത്. ദ റീസൺ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, താഷ്കന്റ് മെഡിക്കൽ അക്കാദമി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി ഇനി ഇല്ല. ഒരു ഞെട്ടലോടുകൂടി മാത്രമായിരിക്കും നിങ്ങൾ ഇത് അക്സെപ്റ്റ് ചെയ്യുക, അല്ലേ? കാരണം താഷ്കന്റ് മെഡിക്കൽ അക്കാദമി പൂർണ്ണമായിട്ടും ഇല്ലാതായിരിക്കുകയാണ്. നമുക്ക് ഈ താഷ്കന്റ് മെഡിക്കൽ അക്കാദമിനെ മെർജ് ചെയ്ത്, അതായത് താഷ്കന്റ് മെഡിക്കൽ അക്കാദമിയും അതുപോലെ താഷ്കന്റ് ഡെന്റൽ അക്കാദമി, താഷ്കന്റ് പീഡിയാട്രിക്, ഈ 3 അക്കാദമിയും കൂടെ മെർജ് ചെയ്ത് താഷ്കന്റ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ പുതിയ പേരിലാണ് യൂണിവേഴ്സിറ്റി വന്നിരിക്കുന്നത്. സോ ഈ ഒരു ചേഞ്ച് വന്നിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. പുതിയതായിട്ട് ഫോം ചെയ്തിരിക്കുന്ന ഈ ഒരു താഷ്കന്റ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മുൻപ് ഉണ്ടായിരുന്ന താഷ്കന്റ് മെഡിക്കൽ അക്കാദമി, താഷ്കന്റ് ഡെന്റൽ, പീഡിയാട്രിക്, ഈ 3 കോളേജസും കൂടെ മെർജ് ചെയ്തിട്ടാണ് പുതിയതായിട്ട് ഈ ഒരു യൂണിവേഴ്സിറ്റി വന്നിരിക്കുന്നത് തന്നെ. സോ ഇതിന്റെ ഡിഫക്റ്റ് എന്താണ്, ഇതുകൊണ്ട് എന്താണ് റിസ്ക് ഫാക്ടേഴ്സ് 2025 MBBS സ്റ്റുഡൻസ് ഫേസ് ചെയ്യാൻ പോകുന്നത്? തികച്ചും താഷ്കന്റ് മെഡിക്കൽ അക്കാദമി ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് സംബന്ധിച്ച് ഇത് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് തെറ്റായിട്ടൊരു ഡിസിഷൻ തന്നെയാണ് നമുക്ക് കണ്ണടച്ച് പറയാൻ സാധിക്കുന്നത്. ഇനി ഈ പറയാൻ പോകുന്ന 2 റിസ്ക് ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ട് മാത്രമാണ്. ഓക്കെ, സോ പ്രസിഡന്റ് ഈ പുതിയ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് അനൗൺസ് ചെയ്തപ്പം എടുത്തു പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇനി പുതിയ, അതായത് MBBS ചൂസ് ചെയ്യുന്ന സ്റ്റുഡൻസ് സംബന്ധിച്ച് പുതിയൊരു അഡ്മിഷൻ ലെറ്റർ ആയിരിക്കും അവർക്ക് ഇഷ്യൂ ചെയ്യുക. പുതിയ യൂണിവേഴ്സിറ്റിയുടെ പേരിലുള്ള അഡ്മിഷൻ ലെറ്റർ ആയിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. അത് മാത്രമല്ല, ഈ ഒരു അഡ്മിഷൻ ലെറ്റർ ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഈ ഒരു പുതിയ യൂണിവേഴ്സിറ്റി, താഷ്കന്റ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള പേരിലുള്ള പുതിയതായിട്ട് മെർജ് ചെയ്തിട്ടുള്ള ഈ ഒരു യൂണിവേഴ്സിറ്റി WDOMS ലിസ്റ്റിൽ ഇതുവരെ നമുക്ക് ലിസ്റ്റഡ് ആയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കുന്നില്ല. WDOMS എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ, വേൾഡ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ സ്കൂൾസ് ആണ്. സോ ഈ ഒരു WDOMS ലിസ്റ്റിൽ നമ്മുടെ ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് ഇതുവരെ ലിസ്റ്റഡ് ആയിട്ടില്ല. സോ അതിന്റെ എന്താണ് ആ ഒരു ലിസ്റ്റ് ആയിട്ടില്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ പലർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. WDOMS ലിസ്റ്റിനകത്ത് ഈ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേര് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ECFMG ആ ഒരു യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. സോ ECFMGയുടെ റെക്കഗ്നൈസേഷൻ ഇല്ലാത്തതും ECFMGയുടെ റെക്കഗ്നൈസേഷൻ ഉള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുള്ള ബെറ്റർ ഗുണങ്ങളെ കുറിച്ചിട്ട് വീഡിയോസിൽ നേരത്തെ തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ചെറുതായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ECFMG റെക്കഗ്നൈസ്ഡ് അല്ലാത്ത ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു കഴിഞ്ഞാൽ പുറം രാജ്യങ്ങളിൽ പോയി പഠിക്കാൻ, അല്ലെങ്കിൽ ഇതിന് ശേഷം നമ്മളുടെ ഈ ഒരു MBBS പഠന ശേഷം എബ്രോഡ് കൺട്രീസിൽ പോയി സെറ്റിൽ ചെയ്യാനും എബ്രോഡ് കൺട്രീസിൽ പോയി ഹയർ സ്റ്റഡീസ് ഓപ്ഷൻസ് ഓപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് സംബന്ധിച്ച് ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ, നിങ്ങൾ ഏതൊരു യൂണിവേഴ്സിറ്റിയിലാണോ എബ്രോഡ് MBBS പഠിക്കുന്നത്, ആ ഒരു യൂണിവേഴ്സിറ്റിക്ക് ECFMGയുടെ അപ്രൂവൽ റെക്കഗ്നൈസേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് വാലിഡിറ്റി ഉണ്ടാകുന്നതല്ല. നിങ്ങൾ പഠിച്ച ഒരു 5 വർഷം വേസ്റ്റ് എന്ന് നമുക്ക് പറയാനേ സാധിക്കത്തുള്ളൂ. മറ്റുള്ള കൺട്രീസിലൊന്നും ECFMG ഇല്ലാത്ത യൂണിവേഴ്സിറ്റീസിൽ പഠിച്ച സർട്ടിഫിക്കറ്റ്സ് അംഗീകരിക്കത്തുമില്ല. സോ ECFMG റെക്കഗ്നൈസേഷൻ ഇല്ലാത്ത യൂണിവേഴ്സിറ്റി ആണെങ്കിൽ തന്നെ അവർക്ക് WFMEക്ക് അപ്ലിക്കേഷൻ കൊടുക്കാൻ സാധിക്കത്തില്ല. സോ അതുകൊണ്ട് തന്നെ പുതിയൊരു യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള താഷ്കന്റ് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്നുള്ളത് ECFMG റെക്കഗ്നൈസ്ഡും അല്ല, WDOMS ലിസ്റ്റഡും അല്ല, കൂടാതെ തന്നെ WFME അപ്രൂവലും വന്നിട്ടില്ല. സോ ഒരു MBBS ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് സംബന്ധിച്ച് ECFMGയും WFMEയും WDOMSും ഈ 3 ടേംസും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കരിയർ തന്നെയാണ് MBBS എന്ന് പറയുന്നത്. സോ ഇത് 3ഉം ഇല്ലാത്ത ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ട് പിന്നെ എന്താണ് ആ ഒരു MBBS കൊണ്ട് വാല്യൂ എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കുക. ഇനി രണ്ടാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, 3 കോളേജസ് ആണ് മെർജ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഷ്കന്റ് പീഡിയാട്രിക് ഉണ്ട്, താഷ്കന്റ് ഡെന്റൽ ഉണ്ട്, അതുപോലെ താഷ്കന്റ് മെഡിക്കൽ അക്കാദമി ഉണ്ട്. ഈ 3 യൂണിവേഴ്സിറ്റീസും തമ്മിൽ മെർജ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റ് എന്ന് പറയുന്നത്, ഒബ്വിയസ്ലി നമുക്ക് കണ്ണുമുട്ടി പറയാൻ ട്രാവലിംഗ് ഡിഫിക്കൽട്ടി തന്നെയാണ്. വേറെ ഒന്നുമല്ല, താഷ്കന്റ് മെഡിക്കൽ അക്കാദമിയും താഷ്കന്റ് പീഡിയാട്രിക്കും തമ്മിൽ 19 കിലോമീറ്റർ ആണ് ട്രാവലിംഗ് ഡിഫറൻസ് വരുന്നത്. അതുപോലെ തന്നെ താഷ്കന്റ് മെഡിക്കൽ അക്കാദമിയും താഷ്കന്റ് ഡെന്റലും തമ്മിൽ 17 കിലോമീറ്റർ ഡിഫറൻസും വരുന്നുണ്ട്. ഇനി താഷ്കന്റ് പീഡിയാട്രിക്കും താഷ്കന്റ് ഡെന്റലും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാലോ, 9.7 കിലോമീറ്റർ ആണ് ഡിഫറൻസ് വരിക. സോ
ഇവിടെ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ട്രാവലിംഗ് വളരെ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എക്സാമ്പിൾ നിങ്ങൾക്ക് പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. അതായത് ഇപ്പം ഒരു സ്റ്റുഡന്റിന്റെ മോർണിംഗ് ക്ലാസ് താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയിൽ വെച്ചിട്ടാണെന്ന് വെച്ചോ, അനാട്ടമിയുടെ മോർണിംഗ് ക്ലാസ് താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയിൽ വെച്ചിട്ട്. സോ അതെന്തായാലും താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമിയിൽ ആ ഒരു ക്ലാസ് കഴിഞ്ഞു. ദെൻ ഉച്ചയ്ക്ക് വരുന്ന ക്ലാസ് മൈക്രോബയോളജിയുടെ ക്ലാസ് താഷ്കണ്ട് പീഡിയാട്രിക്കിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി മെഡിക്കൽ അക്കാഡമിയിൽ നിന്നും പീഡിയാട്രിക്കിലേക്ക് 19 കിലോമീറ്റർ ട്രാവൽ ചെയ്ത് മാത്രമേ സെക്കൻഡ് ക്ലാസ് ആയിട്ടുള്ള മൈക്രോബയോളജി അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇവിടെ വരുന്നത് 19 കിലോമീറ്റർ എന്ന് പറഞ്ഞ ട്രാവലിംഗ് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. സോ അപ്പം ട്രാവലിംഗ് ഡിഫിക്കൽട്ടി തന്നെയാണ്, വളരെ എടുത്തു പറയാനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു റിസ്ക് ഫാക്ടർ നമുക്ക് പറയാനായിട്ട് പറ്റും ഇതിനകത്ത്. ഇതുപോലെ തന്നെയാണ് മെഡിക്കൽ അക്കാഡമിയിൽ വെച്ചിട്ട് രാവിലെ ക്ലാസ്സും ഉച്ചയ്ക്ക് ഡെന്റലിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കുട്ടി വീണ്ടും നമ്മൾ എന്തായാലും 17 കിലോമീറ്റർ വീണ്ടും ട്രാവൽ ചെയ്ത് പോകേണ്ടി വരും. ഇനി പീഡിയാട്രിക്ക് വെച്ച് രാവിലെ ക്ലാസ്സും ഡെന്റലിൽ വെച്ചിട്ട് ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം 9 കിലോമീറ്റർ അല്ലെങ്കിൽ 10 കിലോമീറ്റർ വീണ്ടും ട്രാവൽ ചെയ്തിട്ട് വേണം ഉച്ചയ്ക്കത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് തന്നെ പുതുതായി രൂപം കൊണ്ടിരിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകൾ പല പ്ലേസുകളിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഇത്രയും ദൂരം ട്രാവൽ ചെയ്ത് ക്ലാസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് ദുഷ്കരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. സോ താഷ്കണ്ട് മെഡിക്കൽ അക്കാഡമി എന്ന യൂണിവേഴ്സിറ്റി ഇല്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കൂ. അത് മാത്രമല്ല, താഷ്കണ്ട് സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചിന്തിക്കൂ.